ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ബേബി റെസിൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും ഫ്ലോപ്പായതും എല്ലാം കൂടി. അപ്പോൾ എന്തായാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അടിയിൽ ലിങ്ക് പിൻ ചെയ്യാം, എല്ലാവരും പോയി കാണണം. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യണമെന്നുള്ളത്. പിന്നെ ഞാൻ അതൊരു ബീച്ച് തീമിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ബീച്ച് തീം നമ്മൾ ഒഴിവാക്കിയിട്ട് 3 കളേഴ്സ് വെച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അടിയിൽ നമ്മൾ വൈറ്റും അതേപോലെ തന്നെ കുറച്ച് ഡാർക്ക് ബ്ലൂ ആയിട്ടും മേലെ കറക്റ്റ് പക്ക ലൈറ്റ് ബ്ലൂ ആണ്. പിന്നെ ഫ്ലോപ്പായെന്ന് എടുത്ത് മാറ്റിയ സംഭവങ്ങളൊക്കെയാണ് ഇത്. അതൊക്കെ അതേപോലെ എവിടേക്കാണ് അതിൻ്റെ പൊസിഷൻസ് അതിനനുസരിച്ച് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ പ്രാവശ്യം ഫ്ലോപ്പ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും സെക്കൻഡ് ടൈം ചെയ്തപ്പോൾ നല്ല പെർഫെക്ഷനോട് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബേബീൻ്റെ ഫോട്ടോ, പിന്നെ ബേബീൻ്റെ പാരൻസിനൊപ്പമുള്ള ഫോട്ടോസും, പിന്നെ പ്രഗ്നൻസി കാർഡും, ബേബീൻ്റെ ഒരു വളയും, പിന്നെ അതുപോലെ ഹോസ്പിറ്റൽ, പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്, ഡേറ്റ്, ടൈമും, അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പാരൻസിൻ്റെ നെയിമും കൂടി നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ വർക്ക് നമ്മൾ കസ്റ്റമൈസ്ഡും ചെയ്ത് തരുന്നതായിരിക്കും. പല ഡിഫറെൻറ്റ് ഷേപ്പിലും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം. ഫ്ലവർ പ്രിസർവേഷനും നമ്മളതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതാ ഫൈനൽ കോട്ടിങ്ങും കൂടി കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇതിൽ 2 കോട്ടിങ്ങും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ളിൽ തന്നെ നമുക്ക് ഈ സാധനം പെർഫെക്ഷനോട് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ചേർന്നത് വരെ ബൈ ബൈ.